ഇവന്മാരോടെ പോയി അവിടെ തന്നെ എന്ത് കാണിക്കോടോ? ധ്യാനം ചെയ്യുന്നു, ധ്യാനം. ഓംകാരുനാഥാന സൗന്ദാന മൗഗാനമേ. സൂപ്പർ സൂപ്പർ, വെരി നൈസ്. വാ വാ, കൂട്ടപ്പാടത്തിൽ നടത്താം വാ. ഓക്കേ. എടോ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി നാളായി. വെറുതെ തമാശ കാണിക്കാതെ വാ. അയ്യേ, എന്താ എന്തിനാ എല്ലാരെയും വിളിച്ചത്? വേറെ ആരാണ് അകത്തുള്ളേ? വേറെ ആരുമില്ല മാസേ. എന്താ അത്രേ ഉള്ളോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. കൈ കെട്ടിക്ക. ഇതെന്താ ഇവൻ വലിയ എല്ലാരും കൈ കെട്ടാ. നീ കെട്ടാനാ പറഞ്ഞേ. എന്തിനാണ് ഇത്രയ്ക്കും പത്രാസ്? ഇങ്ങനൊക്കെ ചെയ്താലേ നിന്നോട് റെസ്പെക്ട് ഉണ്ടാവും. ദേ ഒരു കാര്യം, നിങ്ങളെല്ലാരും എന്തിനാ എന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്നറിയാം. നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹമുണ്ട്. അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? നേരല്ലേ അല്ലേ? ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്നറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? പുണ്യം കിട്ടും മോനെ. പുണ്യം കിട്ടുന്നതാ. ആവശ്യമായിരുന്നോ? വല്യച്ഛ, ഈ പുണ്യം കൊണ്ട് ഞാൻ എന്തെടുക്കാനാ? ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശ് ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഞാൻ എങ്ങനെയാണോ, 3 നേരം ആഹാരം വേണം, ഇടാൻ നല്ല തുണി വേണം, വീട്ടുവാടക കൊടുക്കണ്ടേ? എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ. അതിന്റെ ഇടയ്ക്ക് പുതിയ ലവ് സ്റ്റോറി. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ചെലവ് എത്ര മാത്രമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഓഫ് കോഴ്സ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക്. അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഫോർ ഡീൽ, ഞങ്ങൾ ചെയ്തിട്ട് മതി. എന്താണ് സെയിൽസ് റപ്പ്? Yes, Blackie. നീ എന്തിനാ അവന് വേണ്ടി വക്കാലത്ത് വായിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു. ഇതിങ്ങനെ പോയ അതോടെ പോയി. എടാ, നീ എന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയാക്കൊണ്ടിരിക്കുന്നത്? ചിന്ന, അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ? എന്തോന്ന് ചിന്ന, എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത്? യെസ്, അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് 407. എന്താ ഇത്? നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്നേ? ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, ചുമ്മാ തരി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തോന്ന് ചെയ്ത് തൊലയ്ക്കുമെന്നാ? ഓ, അപ്പൊ എന്റെ തലയെ കൊണ്ട് കുറ്റ വിടുക. എന്താ പറയുന്നത് കണ്ടില്ലേ? ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തോ പാവല്ലേ പൊക്കോട്ടെന്ന് വെച്ചാ എന്റെ തലേ കയറി നിരങ്ങുമല്ലേ? നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. Yeah, he's right. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ സഹായിച്ചാ നിങ്ങളെ ഞാൻ സഹായിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വിട്ടോ, സ്ഥലം കാലിയാക്കാൻ. പോകാൻ പറയണം, എല്ലാത്തിനോടും പോകാൻ പറയാം. ദേഷ്യപ്പെടുന്നേ. ഇതേ നോക്ക്, മാസം നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസമുള്ളവര് ഈ സൈഡില് നോക്ക്, വലിഞ്ഞു കയറി ചെല്ലുന്ന നാണക്കെട്ടവൻ. സാറേ പേരെന്താ? ശ്രീകുമാർ. ഈ സാറിനെ പോലെ ഈ സൈഡിലോട്ട് വരണം. Come on guys, എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ? പ്ലീസ് കം, വാ വാന്ന്. പോകല്ലേ മടിക്കാതെ വാ. പോകല്ലേ, പോയാ കുളവാകുവേ. മക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും സഹായം ആവശ്യമല്ലേ? അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത്? എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാളെ അയച്ചിരിക്കുക. വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. ഇങ്ങോട്ട് നോക്ക കാരണവരെ, നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത്. അതെ, ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല കേട്ടോ. മോനെ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടെന്നോ? Hi, Doc. My name's Catherine. Can I might as well be dead. കഴിക്കാനെന്താ? എന്തോന്ന് റെഡിയാണെന്ന് വെച്ചിട്ട് വയ്യ. എത്ര നേരമായി റെഡിയായി എന്ന് പറയുന്നത്? കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്കുക. യൂസ്ലെസ് വരാ. എന്താ ശബ്ദം? വെച്ചെന്ന് ജീവൻ പോകാൻ പോയി. അച്ഛാ, റാങ്ക് കാർഡ് ഇതാ. കഴിഞ്ഞു. ഓഹോ, സൂപ്പർ. 3-0. വെരി ഗുഡ്. ഐ ലവ് യു മോനെ. ആ കണ്ണാടി ഒന്ന് മാറ്റിക്കേ. 3-0, 1-0, 2-0, മൂന്നാമത് 0 എങ്ങനെയായിട്ടെ? ഇങ്ങനെയാണോടാ? നിന്റെ ചെവിയിൽ ഞാൻ എന്റെ
അമ്മേ ഇതാരാണോ? നയൻ 6000696 ഇതാരുടെ നമ്പറാന്ന് അറിയില്ലല്ലോ. ഫോൺ ചെയ്യട ഈ നമ്പറിലേക്ക്. ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ? ഞാനാണ് ഓണർ. ഇതെന്താ ഈ ഒരു കോലത്തിലിരിക്കുന്നത്? സാറേ അകത്ത് ടി വി എല്ലാം ചാടുന്നു സാറേ. ഷെൽഫിലിരുന്ന് പുസ്തകമെല്ലാം താഴെ വീഴുന്നു, പാത്രം പറന്നു പോകും. നാമില്ലേ, ഭയപ്പെടേണ്ട. ആ ശരി സാർ, അകത്തേക്ക് വരൂ. ടി വി അനങ്ങിയോ? അതെ സാറേ. ബോസ് ഞാനാ, ഒരേ ഒരു തെള്ളു. പാത്രം കിടന്ന് കുലുങ്ങിയോ? അതെ, വല്ലതും കഴിക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാം പറന്നു പോയി. അതിന് കാരണം ഞാൻ തന്നെ. ആക്ച്വലി ഐഡിയ എടോ ഒന്ന് മിണ്ടാതിരിക്കടോ. സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി. ശരിക്കും പറഞ്ഞ ആ ചെറിയ പാവകൾ എടുത്തെറിഞ്ഞൊക്കെ ഞാനാ. അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി വന്നത്. എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എടോ, നെഞ്ച് താൻ ഇതിന് നേരത്തെ തന്നെ ചത്തതല്ലേ? നെഞ്ച് പൊട്ടുന്നെന്ന് പറഞ്ഞ അവന്റെ വയസ്സിൽ മൂത്തയാളായാള് അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് എന്തോ ചെയ്യണോ അത് ആദ്യം ചെയ്യേ. ദളപതി ബപ്പ ബപ്പാരിയോ. സ്വാഹ സ്വാഹ. നിങ്ങളുടെ വീട്ടില് ധാരാളം ആത്മാക്കളുണ്ട്. എന്താ പറഞ്ഞത്? ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ കാര്യം പറയുന്നേ. അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെ സാർ. ഇതിനെന്താണ് സാർ പരിഹാരം? പരിഹാരം 5 ലക്ഷം. 5 lakhs? It is too much, sir. ചോദിച്ചത് കൊടുക്കുന്നേ. ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് കാശ് ഞാൻ തരാം. ഓഹോ. ചെലവായാലും സാരമില്ല. മെയിൻ ഇതിന് സ്വിച്ച് പരിഹാരം ഇവിടെയല്ലേ? ഇത് മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുക. മുരിങ്ങയ്ക്ക കൊണ്ട് ചതുരമുണ്ടാക്കുക. നടുവിലൊരു ചപ്പാത്തി കമ്പ്. നാം പുറത്തു നിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും. ഓ, അടിപൊളി പീസാണല്ലോടെ. മാസേ ആരാ മാസേ? അത് കത്രീന കൈഫ്. മാസേ, കുറെ സമയം ആവോ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മതി മതി, വേഗവും തീർക്ക്. മതി 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 എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. പതുക്കെ പതുക്കെ. പതുക്കെ പതുക്കെ. കണ്ടോ? ഇതെല്ലാം നിങ്ങൾക്കുള്ള ഞാൻ തരാം. ഇനി ഈ വീട്ടിൽ ആത്മാക്കളുടെ ശല്യം ഉണ്ടാവില്ല. നിങ്ങളുടെ മകന്റെ റിപ്പോർട്ട് കാർഡിൽ സൈൻ ചെയ്തിട്ടുണ്ട്. മതിയോടാ. താങ്ക് യു. ചേച്ചി, മാസേട്ടൻ ഫിനാൻസ് കമ്പനിയിലെ ജോലി ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അത് മുഴുവനും നോണേണ്ടേ? എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? വരാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മിണ്ടാതിരുന്നാ മതിയായിരുന്നു. നല്ലൊരു മൂടി കാര്യങ്ങൾ പോകുമ്പോൾ എന്തിനാ അത് കുളവാക്കാൻ നോക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറ. പ്രേതം ഉണ്ടോ ഇല്ലയോ? പിന്നെ പ്രേതം ഇല്ലാതിരിക്കുവോ? പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടില്ല. പ്രേതത്തെ കാണാൻ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ആഴ്ച ജൂലിയുടെ അങ്കിളുടെ വീട്ടിൽ ഇത് കളഞ്ഞേച്ച് പോന്നു. നിനക്കും പ്രേതത്തിനും എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. കുറച്ചു നാളായി എന്റെ കണ്ണിൽ പ്രേതങ്ങളുടെ രൂപം തെളിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ വിശ്വസിക്കില്ലെന്ന്. ശരി, ഇവിടെ ദൈവാധീനം കൊണ്ട് എന്തൊക്കെയോ വന്നു ചേരുന്നു. വളഞ്ഞ വഴിയിൽ ഉണ്ടാക്കുന്നത് വിശദീകരിക്കണ്ട. കൊള്ളാലോ, നിന്റെ ഡോക്ടർ പൈസ ചോദിച്ചത് ന്യായം, നീ അയാൾക്ക് പൈസ കൊടുത്തത് ന്യായം, ഞാൻ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാ പ്രശ്നം അല്ലേ? ഹലോ, കുറച്ച് കഴിഞ്ഞ് വിളിക്കുക, ഞാൻ കുറച്ച് തിരക്കില്ല. വളഞ്ഞ വഴിയെ കിട്ടുന്ന കാശ് കൊടുത്താലേ എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് വെച്ചാ എനിക്ക് ആ ജോലി വേണ്ട. ഞാൻ നിനക്ക് ആ കാശ് തിരിച്ചു തന്നേക്കാം. ഇപ്പൊ കാശ് കൊടുത്താൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ പറയുന്നത്. കൊടുത്താൽ പ്രോബ്ലം തീരുമല്ലോ. ഇതിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്. കാശ് തിരിച്ചു കൊടുത്താ
എല്ലാ കാര്യങ്ങളും ശരിയാവോ? പ്ലീസ് ഇതൊക്കെ ഒന്ന് വിട്ടേക്ക്. മാസ ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ളതാ, എനിക്കറിയാം. അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. പുതിയ ജീവിതം തുടങ്ങാം. പറയുന്ന കേക്ക്. ഹലോ, ഞാനിപ്പോ പുറത്താവുള്ളേ. എവിടെയാ ഇത്? അഡ്രസ്? ആ ശരി, ഓക്കെ, ഞാൻ വരുമെന്ന് പറഞ്ഞല്ലോ. ആ ഇതാ നിന്റെ മോതിരം, നീ തന്നെ വെച്ചോ. ഹലോ 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 ബൈ. ഹലോ സർ ഹലോ 10 മിനിറ്റിനകം വരാം. സർ താങ്ക് യു. നമസ്കാരം. നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളാണോ? അതെ, ഞങ്ങളായിരുന്നു സാറേ. ആദ്യം ഒഴിപ്പിക്കൂ സാറേ. എന്നാ അകത്തേക്ക് വാ. ഞങ്ങളാരും അകത്ത് വരില്ല. ആ പൈസ ഇങ്ങട്. സാർ ഇതിൽ 3 ലക്ഷം ഉണ്ട്. ഇനി എത്ര വേണം ചോദിച്ചു തരാം. ഞങ്ങൾ വെളിയിൽ താമസിച്ചോളാം. വാ, വാ. ശരി, ശരി, എന്നാ പൊക്കോ. ഇതെന്താ ഇതെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഡാ ജെറ്റേ, ഓ ഞാൻ നിനക്ക് ലീവ് തന്നിരിക്കുവാണല്ലോ അല്ലേ? നീ എന്നാണെങ്കിലും എൻ്റെ അടുത്ത് വരണം. ഡാ ഇവന്റെ ഒരു കാര്യം. ഡാ ആരാത്? പുറത്തോട്ട് വാ. വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതെ, ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണം. അറിയാലോ? ആരാടാ അത്? ജെറ്റേ, എടാ വാടാ 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 മോനെ. ശ്രീപതി, നീ എവിടെയാ? ജെറ്റേ, വേണ്ട. എന്തിനാടാ നീ എന്നെ ഇങ്ങനെയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നേ? ആരാടാ നീ? മാസേ, നിന്നെ എവിടേക്ക് അന്വേഷിക്കുന്നേ? ഇതാരാ? കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആ ആരാന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സ് ആണ്. അതായത് ഇരട്ടപ്പിറവികൾ. ഊട്ടി എസ്റ്റേറ്റില് നിങ്ങളുടെ മാനേജരും നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്ന് നിങ്ങളെ മലയിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. അതിലെ മാനേജറിനാണ് മേജർ പാർട്ട്. നീ ഒന്നും മിണ്ടാതിടാ. നീ ആരാടാ? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മാവനോ അനുജനോ അല്ല. എന്റെ പേര് ശക്തി. നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം സാധിക്കാനുണ്ട്. സംസാര രീതിക്ക് ഒരു മാറ്റം. നല്ല കാര്യം. ചേട്ടനും അനിയനുമാണെന്ന് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറിയാനെ. ഒരു സഹായം ചോദിക്കാൻ ഇത്രയും ജാട എന്തിനാ? എന്താ മാസം കാണിച്ചേ? ജെറ്റേ, ഞാൻ വന്നു കയറുമ്പോ ബോൾ ഉരുട്ടുന്നു, ഈ കണ്ണാടി ഒന്ന് ചാടി വരുന്നു. ഓ അങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചു കയറിയോ? സത്യമാണോ? എന്തിനാണ് ഇത്രയും വലിയ ഷോ? സഹായം ചോദിച്ചൊരു ക്യൂ തന്നെ ഇവിടെയുണ്ട്. ആദ്യം അതിന്റെ പുറയിൽ അങ്ങനെ പോയി നിൽക്കും. ജെറ്റേ, സഹായത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇയാൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓക്കെ. നിക്ക് എവിടെ പോവാ? സഹായം ചോദിച്ചു വരുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇറക്കാൻ പാടില്ല. ഇവിടെ മാസം മാത്രം സീനിട്ടാ മതി. അയ്യോ, എന്താ ചെയ്യേണ്ടെന്നറിയോ? നാളെ രാവിലെ എന്നെ വന്നൊന്ന് കാണാം. ഞാൻ വേണ്ടതുപോലെ ചെയ്തേക്കാം.
ഒറ്റയ്ക്ക് വരുന്ന ബോറാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നല്ല സുന്ദരികളായ പ്രേതം കൂട്ടിക്കൊണ്ട് വാ. നാളെ കാണാം. മുകളിലത്തെ റൂമാ, സൂട്ട് റൂം. ഇഷ്ടമില്ലേ കൊണ്ടുവരണ്ടെന്നേ, തീർത്തെ ആവശ്യമില്ലാതെ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലിയുടെ അമ്മാവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ കുളവാക്കിയത്? എനിക്കറിയില്ലല്ലോ. അവളാണെങ്കിൽ മാലിന്യയുടെ അടുത്തും പോയി പറഞ്ഞു, ഇനി എനിക്ക് സ്വസ്ഥത തരില്ല. എടാ, ഈ പ്രേതങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം, പക്ഷേ ഈ പെണ്ണുങ്ങളുടെ കൂടെ